Hello students. ഇന്നത്തെ സെഷനിൽ പ്രീവിയസ് ഇയേഴ്സിൽ PSC A ലെവൽ എക്സാംസിനായി ചോദിച്ചിട്ടുള്ള ഹൈഡ്രോളജി എന്നൊരു സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൈഡ്രോഗ്രാഫ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഹൈഡ്രോളജി എന്നൊരു സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൈഡ്രോഗ്രാഫ്. ഹൈഡ്രോഗ്രാഫിന്റെ ഡെഫിനിഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഹൈഡ്രോഗ്രാഫ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ഗ്രാഫിക്കൽ പ്ലോട്ട് ഓഫ് എ സ്ട്രീം ഡിസ്ചാർജ് against the corresponding percent of time the discharge was exceeded. Second option, cumulative flow volume versus time curve. Third option, temporal variation of total runoff at a gauging point in a stream. And option D വരുമ്പോൾ none of these ആണ് പറയുന്നത്. ഓപ്ഷൻസിലൂടെ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് അറിയാവുന്ന ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രോഗ്രാഫിൽ നമ്മൾ ഡിസ്ചാർജ് വേഴ്സസ് ടൈം കർവാണ് അല്ലെ. ടൈം എക്സ് ആക്സിസിലും ഡിസ്ചാർജ് വൈ ആക്സിസിലും കൊടുക്കുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിസ്ചാർജ് വേഴ്സസ് ടൈം എന്നുള്ളത് നമ്മൾ എക്സാക്ട്ലി നമുക്ക് ഓപ്ഷൻ എയിൽ ഡിസ്ചാർജ് എന്നൊരു വാക്ക് നമുക്ക് കാണാനുണ്ട്. പക്ഷേ എഗെയിൻസ്റ്റ് ദി കറസ്പോണ്ടിങ് പെർസെന്റ് ഓഫ് ടൈം എന്നാണ് പറയുന്നത്. നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ടൈം അല്ല, റെഗുലർലി ടൈം ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരില്ല. ക്യുമുലേറ്റീവ് ഫ്ലോ അല്ല, നമ്മൾ ഡിസ്ചാർജ് അല്ലെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ റൺ ഓഫിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയാം. സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടെ തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നമ്മൾ ഒരു ഗേജിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മെഷറിംഗ് പോയിന്റ് ഒരു സ്ട്രീമിലെ അല്ലെങ്കിൽ ഒരു റിവറിലെ ഒരു പോയിന്റിൽ നമ്മൾ ആ പോയിന്റിൽ വെച്ചിട്ട് ഈ ഒരു സ്ട്രീമിലെ ഡിസ്ചാർജിന്റെ വേരിയേഷൻ മെഷർ ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിനെയും നമ്മൾ ഹൈഡ്രോഗ്രാഫ് എന്നാണ് വിളിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയുത്തരം വരുന്നത്. ഇനി ഹൈഡ്രോഗ്രാഫിനെ പറ്റി പറയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു റൺ ഓഫ് എന്ന്. അപ്പോൾ നമ്മൾ വരച്ച ഹൈഡ്രോഗ്രാഫ് ഡിസ്ചാർജ് വേഴ്സസ് ടൈം ആയിട്ടുള്ള ഈ ഹൈഡ്രോഗ്രാഫ് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് വരയ്ക്കാറുള്ളത്. ഇത് നമ്മൾ സ്റ്റോം ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയാറുണ്ട്. അതായത് ബേസ് ഫ്ലോയും ടോട്ടൽ റൺ ഓഫും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രോഗ്രാഫ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെയാണ് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ സ്റ്റോം ഹൈഡ്രോഗ്രാഫ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഹൈഡ്രോഗ്രാഫിൽ നിന്ന് നമ്മൾ ബേസ് ഫ്ലോ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, ബേസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ദാ നമുക്ക് ഈ ഒരു പീക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ താഴെ കാണുന്ന ഈ ഭാഗമാണ് നമ്മുടെ ബേസ് ഫ്ലോ ആയിട്ട് വരുന്നത്. ബേസ് ഫ്ലോ എലിമിനേറ്റ് ചെയ്താൽ, അതായത് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിൽ നിന്ന് ബേസ് ഫ്ലോ കുറച്ചാൽ നമുക്ക് പിന്നീട് കിട്ടുന്ന ഈ ഒരു പീക്കിനെ മാത്രം നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ്. അതായത് ആ ഒരു ഗ്രാഫ് മാത്രം നമ്മൾ താഴോട്ട് ഇറക്കി വരയ്ക്കുകയാണെങ്കിൽ ഇതപ്പോ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് ദാ ഇങ്ങനെയായിട്ട് മാറും. അതേ കർവ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സീറോയിൽ എൻഡ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് വരുന്നത്. ഓക്കെ, ബേസ് ഫ്ലോ കുറച്ചു, അത്രയും പോർഷൻ കട്ട് ചെയ്ത് നമ്മൾ താഴേക്ക് ഇറക്കി വെക്കുന്നത് പോലെയാണ് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് വരിക. എങ്ങനെയാണ് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഒരു ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിൽ നിന്ന് ബേസ് ഫ്ലോ എലിമിനേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. In the expression of rational method for estimating peak rate of runoff intensity in millimeter per hour for design recurrent of interval would be a duration equal to. അതായത് നമ്മൾ റേഷണൽ മെത്തേഡ് പഠിക്കുന്നുണ്ട്. പീക്ക് റൺ ഓഫ് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് മെത്തേഡ്സ്, എംപിരിക്കൽ ഫോർമുല മെത്തേഡ്, ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ്, റേഷണൽ മെത്തേഡ് എന്നിങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ റേഷണൽ മെത്തേഡിനകത്തെ ഫോർമുല എല്ലാവർക്കും ഓർമ്മയുണ്ടോ? റേഷണൽ മെത്തേഡ് എന്താണെന്നുള്ളത് Q is equal to CIA/36 എന്ന് എഴുതിയത് ഓർമ്മയുണ്ടോ? ഈ ഒരു ഫോർമുലയിൽ I എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോള് മില്ലിമീറ്റർ പെർ അവറിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡ്യൂറേഷൻ എന്താണ്? ഡ്യൂറേഷൻ നമ്മൾ എന്തിനോട് ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡ്യൂറേഷൻ നമ്മൾ മിനിറ്റ്സിലാണ് കൗണ്ട് ചെയ്യാറുള്ളത്. ഡ്യൂറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം ഓഫ് കോൺസെൻട്രേഷനെയാണ് അല്ലെ. ഈ ഫോർമുല പഠിക്കുമ്പോൾ നമ്മൾ I കണ്ടുപിടിക്കുന്നത് ഡ്യൂറേഷൻ
5 minutes to 20 minutes ആണെങ്കിൽ 75 divided by TC plus 10 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് 5 to 20 minutes ആണ് ഡ്യൂറേഷൻ വരുന്നത് എങ്കിൽ ഇനി 20 മിനിറ്റ്സിൽ കൂടുതലാണെങ്കിൽ 20 മിനിറ്റ്സ് ടു ഒരു 100 മിനിറ്റ്സ് റേഞ്ചിലാണ് വരുന്നതെങ്കിൽ നമ്മൾ 100 ഡിവൈഡഡ് ബൈ TC plus 10 എന്നുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ I കണ്ടുപിടിക്കാനായിട്ട് I നമുക്ക് കിട്ടുന്നത് millimeter per hourലാണ്, TC നമ്മൾ മിനിറ്റ്സിലാണ് പറയുന്നത്, അതും നമ്മൾ ഓർത്ത് വെക്കണം. ഇനി ഈ മിനിറ്റ്സിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ടൈം ഓഫ് കോൺസെൻട്രേഷൻ ആണ്. ഇനി ടൈം ഓഫ് കോൺസെൻട്രേഷൻ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. TC എന്ന് നമ്മൾ എഴുതാറുണ്ട്. ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഡെഫിനിഷനും നമുക്ക് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കാച്ച്മെന്റ് ഏരിയ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കാച്ച്മെന്റ് ഏരിയയുടെ നടുവിലൂടെ ഒരു സ്ട്രീം, ഓക്കെ, നമ്മുടെ ഈ ചുറ്റുമുള്ള വാട്ടറിനെ കളക്ട് ചെയ്യുന്ന ഒരു സ്ട്രീം ഒഴുകി പോകുന്നുണ്ട്. ഈ ഒരു എൻഡ് ഓഫ് ദ കാച്ച്മെന്റ് ഏരിയയിലാണ് നമ്മുടെ ഔട്ട്ലെറ്റ് പോയിന്റ് നിൽക്കുന്നത് എന്ന് കരുതാം. ഔട്ട്ലെറ്റ് പോയിന്റ് ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്, ഈ ഒരു പോയിന്റ് ആണ്. ഈ ഒരു കാച്ച്മെന്റ് ഏരിയയിൽ ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഓക്കെ, ഈ ഔട്ട്ലെറ്റ് പോയിന്റിൽ നിന്ന് ദൂരെയുള്ള ഒരു പോയിന്റ്, അത് എവിടെ വേണമെങ്കിലും ആകാം. അപ്പൊ ഞാനിപ്പോ താൽക്കാലികമായി ഈ ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ദൂരെയുള്ള ഒരു പോയിന്റ്. ഈ ഒരു റിമോട്ട് പോയിന്റിൽ നിന്ന് മഴ പെയ്ത് ഇവിടെ വന്ന് വീഴുന്ന വെള്ളം ഒഴുകി നമ്മുടെ ഈ ഒരു ഡ്രെയിനിലേക്ക് എത്തി, ഡ്രെയിനിലൂടെ ഒഴുകി ഈ ഒരു ഔട്ട്ലെറ്റ് പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയം, ഈ ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാച്ച്മെന്റ് ഏരിയയിലെ റിമോട്ട് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് മഴ പെയ്ത് വെള്ളം ഒഴുകി വന്ന് ഔട്ട്ലെറ്റ് പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ദി പോയിന്റ് ഓഫ് മെഷർമെന്റ്, നമ്മൾ എവിടെ വെച്ചിട്ടാണോ മെഷർ ചെയ്യുന്നത് ആ ഒരു പോയിന്റിലേക്ക് ഒഴുകി എത്താൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടൈം ഓഫ് കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണ് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ കണ്ടുപിടിക്കേണ്ടത് എന്ന് നമ്മൾ റാഷണൽ മെത്തേഡിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ. കുറച്ച് രൂപം മാറ്റി ചോദിച്ചിരിക്കുകയാണ്. ദി റിം ഓഫ് എ സ്റ്റാൻഡേർഡ് റെയിൻ ഗേജ് ഈസ് ഡാഷ് എബവ് ദി ഗ്രൗണ്ട് ലെവൽ. അതായത് നമ്മൾ റെയിൻ ഗേജ് വെക്കുമ്പോൾ റെയിൻ ഗേജിന്റെ റിം, ടോപ്പ് ആയിട്ടുള്ള പോയിന്റ്, നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര സെന്റിമീറ്റർ ഉയരത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് ചോദ്യം. നമ്മൾ എപ്പോഴും ഇതിന്റെ ആൻസർ പഠിക്കാറുണ്ട്. അതായത് നമ്മൾ ഡയാമീറ്ററും ഈ ഹൈറ്റും ഓഫ് ദി റെയിൻ ഗേജും ആണ് എപ്പോഴും റെയിൻ ഗേജ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം. അപ്പൊ ഇവിടെ ഇത് 30 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു റെയിൻ ഗേജ് വെച്ചിട്ടുള്ളത്. ഇപ്പൊ റെയിൻ ഗേജ് വെക്കുമ്പോൾ നോക്കി, നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം 30.5 സെന്റിമീറ്റർ ഉയരത്തിൽ, അപ്പൊ നമ്മൾ 30 സെന്റിമീറ്റർ എന്നാണ് സാധാരണ പറയാറുള്ളത്, 30.5 എന്നും കാണാറുണ്ട്. സോ 30 സെന്റിമീറ്റർ ഉയരത്തിലാണ് നമ്മുടെ റെയിൻ ഗേജ് വെക്കുന്നത്. റെയിൻ ഗേജിന്റെ റിം പോയിന്റ് വരുന്നത്, ഓക്കെ, ടോപ്പ് പോയിന്റ് ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം 30 സെന്റിമീറ്റർ ഉയരത്തിലാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ. നമ്മൾ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഓഫ് സോയിൽ പറയുകയാണെങ്കിൽ അത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് പഠിക്കുന്നുണ്ട്. നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോയിൽ ടൈപ്പുകൾ, അതായത് ഇപ്പോൾ സാൻഡി സോയിൽ ആണെങ്കിൽ കൂടുതൽ ഇൻഫിൽട്രേഷൻ ഉണ്ടാവും കമ്പയറിംഗ് ടു ക്ലേയിൽ ഇൻഫിൽട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ സോയിലിന്റെ പൊറോസിറ്റി പോലെയുള്ള ഫാക്ടേഴ്സ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വെജിറ്റേഷൻ കവർ ഉണ്ടോ, വെജിറ്റേഷൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ സോയിലിൽ കുറേ ചെടികൾ, പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫിൽട്രേഷൻ കൂടുതലായിരിക്കും. ഇതിൽ തങ്ങി നിൽക്കുന്ന വെള്ളം കൂടെ പതുക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്തിറങ്ങി പോകും. സോ വെജിറ്റേഷൻ കൂടുതലാണെങ്കിൽ ഇൻഫിൽട്രേഷനും കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ, അതിനനുസരിച്ച് ഇൻഫിൽട്രേഷൻ വാരി ചെയ്യും. ഹെവി ആയിട്ട് ഒരു റെയിൻ പെട്ടെന്ന് പെയ്യുകയാണെങ്കിൽ റൺ ഓഫ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, ഇൻഫിൽട്രേഷൻ കുറവായിരിക്കും. സെയിം ടൈം ഇന്റൻസിറ്റി കുറഞ്ഞ ഒരു റെയിൻഫോൾ ആണെങ്കിൽ സമയമെടുത്ത് നമ്മൾ ഒരേ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് വരുന്നതെങ്കിൽ പതുക്കെ പതുക്കെ കൂടുതൽ വെള്ളം ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോവുകയാണ് ഉണ്ടാവുക. സോ അത് ഒരു കാര്യമാണ്. ദെൻ ഇനീഷ്യൽ മോയ്സ്ചർ ഓഫ് ദ സോയിൽ, അതായത് ഓൾറെഡി വെറ്റ് ആയിട്ടുള്ള ഒരു സോയിൽ ആണെങ്കിൽ അതിലേക്ക് ഇൻഫിൽട്രേഷൻ കുറവായിരിക്കും ഉണ്ടാവുക. കമ്പയറിംഗ് ടു ഡ്രൈ ആയിട്ടുള്ള ഒരു സോയിൽ ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും, ഇൻഫിൽട്രേഷൻ കൂടുതലായിരിക്കും. കാരണം ഓൾറെഡി സോയിൽ ഡ്രൈ ആണ്, കൂടുതൽ വെള്ളം വലിച്ചെടുക്കാനായിട്ട് ഈ ഒരു സോയിലിന് കഴിവുണ്ട്.
പിന്നെ നമ്മൾ പറയുന്നത് സ്ലോപ്പ്, ഓപ്ഷനിലുള്ള അടുത്തൊരു പോയിന്റ് ആണ് സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റീപ്പായിട്ട് സ്ലോപ്പ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ, ഒരു കുന്നൊക്കെ പോലത്തെ സ്ഥലങ്ങളാണെങ്കിൽ അവിടെ വെള്ളം മഴ പെയ്യുന്നതും കൂടുതൽ ഒഴുകി പോവുകയാണ് ചെയ്യുക. അതായത് സ്റ്റീപ്പ് സ്ലോപ്പ് ആണെങ്കിൽ അവിടെ ഇൻഫിൽട്രേഷൻ കുറയുകയാണ് ചെയ്യുക, കൂടുതൽ വെള്ളം റൺ ഓഫ് ആയിട്ടാണ് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു ഫാക്ടറാണ് സോയിലിന്റെ ടെമ്പറേച്ചർ. സോയിലിന്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഇൻഫിൽട്രേഷനും കുറവായിരിക്കും അവിടെ സംഭവിക്കുക. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷനിൽ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും ഓൾറെഡി ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആയിരിക്കും ഇതിന്റെ ആൻസർ. അതായത് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് തന്നിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. റെയിൻഫോൾ ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇനീഷ്യൽ മോയ്സ്ചർ കണ്ടീഷൻ ഓഫ് സോയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സോയിലിന്റെ ക്യാരക്ടേഴ്സ്, ഗ്രൗണ്ടിന്റെ സ്ലോപ്പ്, ഇതിനെല്ലാം ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. Among the following methods for computing average precipitation അല്ലെങ്കിൽ rainfall, in which method the area of basin is not taken into account? നമ്മൾ ആവറേജ് precipitation കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ്സ് പഠിക്കുമ്പോൾ അതിൽ ഏരിയ ഓഫ് കാച്ച്മെന്റ് കൺസിഡർ ചെയ്യാത്ത ഇക്വേഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കൺസിഡർ ചെയ്യാത്ത മെത്തേഡ് ഏതാണ്? ഐസോഹൈറ്റൽ മെത്തേഡ്, തീസൺ പോളിഗൺ മെത്തേഡ്, അരിത്തമെറ്റിക്കൽ ആവറേജ് മെത്തേഡ്, നൺ ഓഫ് ദീസ്. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ അരിത്തമെറ്റിക്കൽ ആവറേജ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് റെയിൻഫോളിന്റെ മീൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഏരിയനെ പറ്റി നമ്മൾ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. മറ്റുള്ള മെത്തേഡ്സിൽ നമ്മൾ ഏരിയയെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏരിയയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ ഈ ഒരു മീൻ എടുക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് ആയിരിക്കും. ഓക്കെ, അതായത് അരിത്തമെറ്റിക്കൽ ആവറേജ് മെത്തേഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് മീൻ കണ്ടുപിടിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഏരിയ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ആക്യുറസി കുറഞ്ഞ ഒരു മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ അരിത്തമെറ്റിക്കൽ ആവറേജ് മെത്തേഡ് ആണ്. ഓക്കെ, ഏറ്റവും ആക്യുറസി കുറഞ്ഞ മെത്തേഡ് എന്ന് ചോദിക്കുന്നത് അരിത്തമെറ്റിക്കൽ ആവറേജ് മെത്തേഡ് ആണ്. കാരണം നമ്മൾ ജസ്റ്റ് ആവറേജ് ഓഫ് ദി precipitation മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. By which simple equation the hydrologic cycle may be expressed? ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഏത് ഇക്വേഷൻ ആണ് ഒരു ഹൈഡ്രോളജിക് സൈക്കിളിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ precipitation, evaporation, run off എന്നീ 3 വാക്കുകളാണ് പല ഇക്വേഷൻസിലായിട്ടും നമുക്കിവിടെ ചിതറിക്കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് എന്ന് നമ്മുടെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ആ ഐഡിയ തന്നിട്ടുള്ള ഓപ്ഷൻസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ precipitation എന്ന് പറഞ്ഞാൽ ആകെ താഴോട്ട് നമുക്ക് കിട്ടുന്ന മഴയാണ് അല്ലെ? അപ്പോൾ precipitation നമുക്ക് കിട്ടുന്ന ആകെ മഴവെള്ളം, അതായത് മഴ എന്ന് പറയുന്നത് റെയിൻഫോൾ ഇസ് എ കൈൻഡ് ഓഫ് precipitation. ഹെയിൽ, ഗ്ലേസർ, സ്നോഫോൾ ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് precipitation ആണ്. ഞാൻ സിംപ്ലി നമുക്ക് എളുപ്പത്തിന് ആലോചിക്കാനുള്ള എളുപ്പത്തിന് റെയിൻഫോൾ എന്ന് പറയുകയാണ് കേട്ടോ. സോ precipitation നമുക്ക് കിട്ടി. ഈ കിട്ടുന്ന precipitation ഗ്രൗണ്ടിലൂടെ കുറേ വെള്ളം റൺ ഓഫ് ആയിട്ട് ഒഴുകി പോകും, കുറേ വെള്ളം മണ്ണിന്റെ ഉള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിറങ്ങും. ഓക്കെ, ഇനി കുറച്ച് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോവും, ഇവാപ്പറേറ്റ് ചെയ്ത് കുറച്ച് വെള്ളം പോവും. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻസിൽ ഇൻഫിൽട്രേഷനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, precipitation-ഉം റൺ ഓഫും ഇവാപ്പറേഷനും ആണ് പറയുന്നത്. സോ ആ ഫാക്ടേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആകെ നമുക്ക് precipitation ആയി കിട്ടിയ വെള്ളം റൺ ഓഫ് ആയിട്ടും ഇവാപ്പറേഷൻ ആയിട്ടും പോയി അല്ലേ? നമുക്ക് ആകെ precipitate ചെയ്ത് കിട്ടിയ വെള്ളം റൺ ഓഫ് ആയിട്ടും ഇവാപ്പറേഷൻ ആയിട്ടും പോയി. ഇൻഫിൽട്രേഷന്റെ കാര്യം പറയണില്ല, ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ലോസസ് ആക്കി ചേർത്ത് പറയാറുണ്ട്. ഇവിടെ ലോസസിനെ പറ്റി ഒന്നുമല്ല പറയുന്നത്, ഇവാപ്പറേഷനും റൺ ഓഫും precipitation-ഉം ആയതുകൊണ്ട് സിംപ്ലി precipitation is equal to evaporation plus run off എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇതുമായി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? precipitation is equal to എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതിൽ evaporation plus run off വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ശരിയുത്തരം. ഓക്കെ, അപ്പോൾ ഒരു ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ടർ എങ്ങനെയാണ് നമ്മുടെ എർത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈഡ്രോളജിക് സൈക്കിളിന്റെ ഓരോ ഫാക്ടേഴ്സ്, കമ്പോണൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
സർഫസിൽ നിന്നുള്ള വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു, കണ്ടൻസ് ചെയ്ത് ക്ലൗഡ്സ് ആയി മാറുന്നു. അവിടുന്ന് precipitation സംഭവിക്കുന്നു. ഡിഫറെന്റ് ഫോംസ് ഓഫ് precipitation നമുക്കറിയാം. precipitate ചെയ്ത് താഴേക്ക് വരുന്ന വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ വെള്ളം ഇന്റർസെപ്ഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചെടികളിലോ മരങ്ങളിലോ അല്ലെങ്കിൽ വീടുകളുടെ റൂഫ്, സൺഷെയ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇടയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം താഴേക്ക് വരുന്ന വെള്ളം റൺ ഓഫ് ആയിട്ട് പോകുന്നുണ്ട്, ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. രണ്ട് രീതിയിലും വന്ന് എഗെയിൻ നമ്മുടെ സർഫസിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ സർഫസിൽ നിന്ന് പിന്നെയും ഇവാപ്പറേറ്റ് ചെയ്ത് വെള്ളം മുകളിലേക്ക് പോകുന്നു. സർഫസിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ചുറ്റുമുള്ള സോയിൽ നിന്നും ആ പെർട്ടിക്കുലർ ക്രോപ്സിൽ നിന്നുമുള്ള ഇവാപ്പറേഷനെ ഒരുമിച്ച് നമ്മൾ ഇവാപോട്രാൻസ്പിരേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. സോ ഇതെല്ലാമാണ് നമ്മുടെ ഹൈഡ്രോളജിക് സൈക്കിളിന്റെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത് തന്നിട്ടുള്ളതിൽ ഏത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഹൈഡ്രോമീറ്റർ, ഹൈഗ്രോമീറ്റർ, ഹൈറ്റോമീറ്റർ, അനിമോമീറ്റർ, ഇതാണ് ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം. ഹൈഡ്രോമീറ്റർ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഹൈഗ്രോമീറ്റർ എന്തിനാണ്? ഹൈഗ്രോമീറ്റർ ആണ് നമുക്ക് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഹൈഗ്രോമീറ്റർ ആണ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഹൈറ്റോഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹൈറ്റോഗ്രാഫ് എന്താണ്? ബാർ ചാർട്ടിന്റെ ഫോമില് നമ്മൾ ഇന്റൻസിറ്റി വേഴ്സസ് ടൈം ആയിട്ട്, ഓക്കെ, ഇന്റൻസിറ്റി y ആക്സിസിലും ടൈം x ആക്സിസിലും നമ്മൾ മാർക്ക് ചെയ്ത് വരയ്ക്കുന്ന ബാർ ചാർട്ടിന്റെ ഫോമിലുള്ള ഗ്രാഫിനെയാണ് ഹൈറ്റോഗ്രാഫ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഹൈറ്റോമീറ്റർ മഴ, precipitation മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. റെയിൻഫോളിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ റെയിൻഫോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈറ്റോമീറ്റർ ഉപയോഗിക്കുന്നത്. റെയിൻഫോൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഹൈറ്റോമീറ്റർ അല്ലെങ്കിൽ റെയിൻ ഗേജ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? റെയിൻ ഗേജ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്കറിയാവുന്നത് ഓംബ്രോമീറ്റർ, പ്ലൂവിയോമീറ്റർ, ഇതെല്ലാം റെയിൻഫോൾ മെഷർ ചെയ്യാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ്. അനിമോമീറ്റർ വിൻഡിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അനിമോമീറ്റർ വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റ്സും ഓർത്ത് വെക്കുക. നമ്മുടെ ചോദ്യം ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് എന്നുള്ളതായിരുന്നു. ഓപ്ഷൻ ബി ഹൈഗ്രോമീറ്റർ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഹൈഗ്രോമീറ്റർ ആണ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A line joining places of equal rainfall is called. Equal rainfall കിട്ടുന്ന പ്ലേസസിനെ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ലൈൻസിനെ വിളിക്കുന്ന പേര് എന്താണ്? ഐസോ എന്നുള്ള വാക്ക് ഈക്വൽ എന്ന് നമുക്ക് റെഫർ ചെയ്യാം. ഐസോബാർ ഈക്വൽ പ്രഷർ ഉള്ള ഏരിയാസിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഐസോതേം ഈക്വൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നു. ഐസോ ഹൈറ്റോഗ്രാഫ്, ഹൈറ്റോമീറ്റർ എല്ലാം റെയിൻഫോൾ റിലേറ്റഡ് ആയിരുന്നു, റെയിൻഫോളിന്റെ മെഷർമെന്റ് ആയിരുന്നു. സോ ഐസോ ഹൈറ്റ് എന്ന് പറയുന്നത് ലൈൻ ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ റെയിൻഫോൾ. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഏതാണ്? ഐസോ ഹൈറ്റ് ആണ്. ഐസോ എന്ന വാക്ക് ഈക്വൽ എന്ന് മീൻ ചെയ്യുന്നു. ഹൈറ്റ് ഈസ് റിലേറ്റഡ് ടു റെയിൻഫോൾ എന്ന് ഓർക്കാം. സോ ഓപ്ഷൻ ഡി ഐസോ ഹൈറ്റ് ഈസ് അവർ റൈറ്റ് ആൻസർ. 9th ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ, what is the average rate of loss such that the volume of rainfall in excess of that rate will be equal to direct runoff? അതായത് precipitation സംഭവിച്ചു, ഒരു പെർട്ടിക്കുലർ വോളിയത്തിന് മേലെ റെയിൻഫോൾ സംഭവിച്ചപ്പോൾ നമ്മൾ അതിനെ റെയിൻഫോൾ എക്സസ് എന്ന് വിളിച്ചു. റെയിൻഫോൾ എക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ റൺ ഓഫ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? റെയിൻഫോൾ ഇൻ എക്സസ് എന്ന് പറഞ്ഞാൽ റൺ ഓഫ് ആണ്. അപ്പോൾ ഡയറക്റ്റ് റൺ ഓഫിന് കോസ് ചെയ്യുന്ന ആ ഒരു വോളിയം ഓഫ് വാട്ടർ ഏതൊരു പെർട്ടിക്കുലർ ലെവലിന്റെ മുകളിലേക്ക് മഴ പെയ്യുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈറ്റോഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു റഫായിട്ട് ഒരു ഹൈറ്റോഗ്രാഫ് ഞാനിങ്ങനെ വരയ്ക്കാം.
ഓക്കെ, അപ്പൊ എൻ്റെ അടുത്തൊരു ഹൈറ്റോഗ്രാഫ് ഉണ്ട്. ഈ ഹൈറ്റോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി വേഴ്സസ് ടൈം ആണ്. സോ ഇവിടെ ഞാനൊരു പെർട്ടിക്കുലർ ലെവൽ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ലെവൽ ഞാൻ മാർക്ക് ചെയ്യാണ്. ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് പെയ്ത മഴ എല്ലാം റെയിൻഫോൾ ഇൻ എക്സസ്, അതായത് ഇതെല്ലാം ഞാൻ റൺ ഓഫ് ആയിട്ട് കൗണ്ട് ചെയ്യാണ്. ഇത് ഈ മാർക്ക് ചെയ്ത ഹാച്ച് ചെയ്ത ഭാഗമാണ് എൻ്റെ റൺ ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്ത ആ ഒരു ആവറേജ് റേറ്റ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ്. ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് നമ്മൾ ഇൻഫിൽട്രേഷൻ ഇൻഡീസസ് എന്നും പറയാറുണ്ട്. ബിക്കോസ് രണ്ട് ഇൻഡെക്സുകളാണ് നമുക്കുള്ളത്, W ഇൻഡെക്സും Phi ഇൻഡെക്സും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ആവറേജ് റേറ്റ് എന്ന് വിളിക്കാൻ കാരണം നമ്മൾ ഹോർട്ടോൺസ് കർവ് ആണ് നോർമലി വരയ്ക്കാറുള്ളത് അല്ലെ. ഇൻഫിൽട്രേഷൻ മാർക്ക് ചെയ്യുന്നത് ഹോർട്ടോൺസ് കർവ് വരച്ചിട്ടാണ്. അതൊരു കർവാണ്. സോ ഏരിയ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവറേജ് ചെയ്ത് നമ്മൾ അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി എടുക്കുന്നതും ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയി മാർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നതും. ഓക്കെ, അതും കൂടെ ഓർത്ത് വെക്കാം. സോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് എന്നുള്ളതായിരിക്കും. ഓപ്ഷൻ എ, ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് എന്നുള്ളതാണ് നമ്മുടെ ശരി ഉത്തരം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The rate of rainfall for a successive 20-minute period of a 60-minute rain are 2.5, 5 and 10 cm per hour respectively. If the rainfall volume equals runoff volume above 2.5 cm per hour, the runoff will be. ഇതാണ് ചോദ്യം. റൺ ഓഫ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. റെയിൻഫോളിന്റെ റേറ്റ് പറയുന്നുണ്ട്. 60 മിനിറ്റ് മഴ പെയ്തു. 2.5 സെന്റിമീറ്റർ പെർ അവർ, 5 സെന്റിമീറ്റർ പെർ അവർ, 10 സെന്റിമീറ്റർ പെർ അവർ. ഈ മൂന്നുമാണ് നമുക്ക് ഇടയിൽ നമ്മൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ റെയിൻഫോളിന്റെ റേറ്റുകൾ. അങ്ങനെയാണെങ്കിൽ 2.5 സെന്റിമീറ്റർ പെർ അവറിൽ മുകളിൽ മഴ പെയ്തപ്പോൾ അത് നമുക്ക് റൺ ഓഫ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ 2.5 സെന്റിമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് ആണ് അല്ലെ. അപ്പൊ അതിന് മുകളിലേക്ക് പെയ്ത മഴയാണ് നമുക്ക് റൺ ഓഫ് ആയിട്ട് കിട്ടിയത്. സോ നമുക്കിത് റഫായിട്ട് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. 2.5 സെന്റിമീറ്റർ പെർ അവർ ഞാൻ മാർക്ക് ചെയ്തു. 2.5 സെന്റിമീറ്റർ പെർ അവർ. അടുത്തത് 5 സെന്റിമീറ്റർ പെർ അവർ. ഞാൻ റഫായിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. 5 സെന്റിമീറ്റർ പെർ അവർ, then 10 centimeter per hour. ഓക്കെ, വാല്യൂ നല്ല വ്യത്യാസം ഉണ്ട് അല്ലേ കാണുമ്പോൾ നിങ്ങൾക്ക്. ഓക്കെ, കുറച്ചും കൂടെ റഫായിട്ട് വരയ്ക്കാം. 2.5, 5, 10. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹൈറ്റോഗ്രാഫ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ നമ്മളോട് പറയുന്നത് 2.5 സെന്റിമീറ്റർ പെർ അവറിൽ മുകളിലേക്ക് പെയ്ത മഴയാണ് റൺ ഓഫ് തന്നതെന്നാണ്. അതായത് 2.5 സെന്റിമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് വരുന്നത്. ഇതിന്റെ മുകളിലേക്ക് പെയ്ത മഴ നമുക്ക് റൺ ഓഫ് തന്നു. സോ ടോട്ടൽ റൺ ഓഫ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഈ ഹാച്ച് ചെയ്ത പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമ്മൾ ടൈം ആണ് മാർക്ക് ചെയ്യുന്നത്, ഇവിടെ ഇന്റൻസിറ്റി ആണ്. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? റെക്ടാങ്കുലർ പോർഷൻ അല്ലേ, അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ഇവിടെ ഓരോ 20 മിനിറ്റിന്റെ സ്റ്റോം ആണ് ഒക്കെ ചെയ്തത് അല്ലേ. അപ്പൊ ഓരോ ഈ ഒരു വിഡ്ത്തും 20 മിനിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 3 സ്റ്റോമും 20 മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇതും 20 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വിഡ്ത്ത് 20 മിനിറ്റ്സ് ആണെന്ന് കിട്ടി. ഇനി ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതാ ഈ ഒരു പോർഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 5 - 2.5 ചെയ്താൽ മതി അല്ലെ. 5 - 2.5. ഇനി ഈ ഒരു റെക്ടാങ്കിളിന്റെ കേസ് വരുമ്പോൾ 10 - 2.5 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ രണ്ട് ഏരിയയും സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് 60 മിനിറ്റിന്റെ റെയിൻ എന്നാണല്ലോ പറയണേ. അപ്പൊ അതുകൊണ്ട് പെർ അവറിൽ പറയുമ്പോൾ 20 മിനിറ്റ്സ് പെർ അവറിലേക്ക് മാറ്റുമ്പോൾ 20/60 മിനിറ്റ്സ് ആണല്ലോ ഒരു അവർ. അപ്പൊ നമ്മൾ അങ്ങനെ വേണം, ഇൻ അവറിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 20/60 ആയപ്പോൾ 1/3 അവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഓക്കെ, ഇതേ ഇൻറ്റു അപ്പോൾ ഇതാണ് നമ്മുടെ വിഡ്ത്ത് വരുന്നത്, ലെങ്ത് 5 - 2.5 ഫോർ ഫസ്റ്റ് റെക്റ്റാങ്കിൾ. സെക്കൻഡ് റെക്റ്റാങ്കിളിന്റെ 20/60 ഇൻറ്റു 10 - 2.5 ആണ് വരിക. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 1/3 എന്ന് വരും. രണ്ട് ഭാഗത്തും 1/3 ആണ് വരുന്നത്. 5 - 2.5 2.5 ആണ്. 10 - 2.5 7.5 ആണ്. 7.5 + 2.5 ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് തന്നെ കിട്ടും. കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആണ് /3 വരുന്നത്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 10/3 സെന്റിമീറ്റർ എന്നായിരിക്കും. കാൽക്കുലേഷൻ മനസ്സിലായോ? ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഗ്രാഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫൈ ഇൻഡെക്സിന്റെ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈ ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു, അതായത് ഫൈ ഈസ് ഈക്വൽ ടു P - R/T വെച്ചിട്ട് T ഡ്യൂറേഷൻ ഉണ്ട്, ഫൈ നമുക്ക് 2.5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, P പ്രസിപ്പിറ്റേഷൻ നമുക്കറിയാം, R കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷൻ വെച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഗ്രാഫ് ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം എന്ന് തോന്നിയത് കൊണ്ടാണ് ഗ്രാഫിക്കലി സോൾവ് ചെയ്തത്. ഇക്വേഷൻ താല്പര്യമുള്ളവർക്ക് ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, രണ്ട് രീതിയിലും സോൾവ് ചെയ്യാം. സോ ഇവിടുത്തെ ആൻസർ 10/3 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, rating curve of a stream gauging station gives the variation of discharge. അതായത് റേറ്റിംഗ് കർവ് എന്ന് പറയുന്നത് ഡിസ്ചാർജിനോടൊപ്പം എന്തിന്റെ വേരിയേഷൻ ആണ് നമുക്ക് തരുന്നത്? ഓക്കെ, റേറ്റിംഗ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കർവ് വാരിയിങ് ബിറ്റ്വീൻ ഡിസ്ചാർജ് ആൻഡ് സ്റ്റേജ് ആണ്. ഓക്കെ, സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് റിവർ ഫ്രം ഡാറ്റം. ഓക്കെ, നിലവിൽ എത്ര വാട്ടർ ഡെപ്ത് ഉണ്ട് ഫ്രം ഡാറ്റം നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ആ സ്റ്റേജ് വേഴ്സസ് ഡിസ്ചാർജ് കർവാണ്, സ്റ്റേജ് വേഴ്സസ് ഡിസ്ചാർജ് കർവിനെയാണ് നമ്മൾ റേറ്റിംഗ് കർവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റേറ്റിംഗ് കർവ് സ്റ്റേജ് വേഴ്സസ് ഡിസ്ചാർജ് കർവാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. സ്റ്റേജ് വേഴ്സസ് ഡിസ്ചാർജ് ആണ് റേറ്റിംഗ് കർവ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഫിൽട്രേഷൻ ക്യാൻ ബി മെഷേർഡ് യൂസിങ്. ഇൻഫിൽട്രേഷൻ എന്ത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പോൾ ഇൻഫിൽട്രേഷൻ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാണ്? നമുക്ക് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് അറിയാം? ഇൻഫിൽട്രോമീറ്റർ ഇൻഫിൽട്രേഷൻ മെഷർ ചെയ്യാനാണ്. റെയിൻ സിമുലേറ്റർ ഇൻഫിൽട്രേഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. സിലിണ്ടറിക്കൽ മെറ്റൽ റിങ്സ് അതും ഇൻഫിൽട്രേഷൻ മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഏതാ? സിലിണ്ടറിക്കൽ മെറ്റൽ റിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻഫിൽട്രേഷൻ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെയാണ്. സിലിണ്ടറിക്കൽ മെറ്റൽ റിങ്സ് ഉപയോഗിക്കാം. ഓക്കെ, സിലിണ്ടറിക്കൽ മെറ്റൽ റിങ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻഫിൽട്രോമീറ്റർ ഉപയോഗിക്കാം. ഇൻഫിൽട്രോമീറ്റർ അത് പക്ഷെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഓൾസോ റെയിൻ സിമുലേറ്റർ. ഓക്കെ, ഇതെല്ലാം ഇൻഫിൽട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി ലൈസിമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലൈസിമീറ്റർ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ മെഷർ ചെയ്യാനാണ്. ഇവാപ്പോ ട്രാൻസ്പിരേഷൻ മെഷർ ചെയ്യാനാണ്. ഇതും ഒരു PYQ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓരോ കമ്പോണൻസും മെഷർ ചെയ്യുന്നത് ചോദിക്കാറുണ്ട് എക്സാമിന്. സോ ലൈസിമീറ്റർ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ ആണ്. അപ്പോൾ വെറും ട്രാൻസ്പിരേഷൻ മെഷർ ചെയ്യാനായിട്ട് ഏതാ ഉപയോഗിക്കുന്നത്? ട്രാൻസ്പിരേഷൻ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ട്രാൻസ്പിരേഷൻ മാത്രം മെഷർ ചെയ്യാനായിട്ട് ഫൈറ്റോമീറ്റർ ആണ്. അപ്പോൾ ഇവാപ്പറേഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോയിലിനെ കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക ആ ഭാഗത്ത്. ഓക്കെ, ട്രാൻസ്പിരേഷൻ മെഷർ ചെയ്യാൻ ഫൈറ്റോമീറ്റർ ഉപയോഗിക്കും. അനിമോമീറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ്? വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. ഇനി USWB ക്ലാസ് 8 പാനുകൾ ഉപയോഗിക്കുന്നത് എന്ത് മെഷർ ചെയ്യാനാണ്? ഇവാപ്പറേഷൻ മെഷർ ചെയ്യാനാണ്. ഓക്കെ, ഇവാപ്പറേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാനുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവാപ്പറേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവാപ്പറേഷൻ പാൻസ് ഉപയോഗിക്കാം. രണ്ട് തരത്തിലുള്ള ഇവാപ്പറേഷൻ പാൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. US ടൈപ്പ് പാനും ISI ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പാനും. ഓക്കെ, അപ്പൊ ഇവിടെ US ക്ലാസ് A പാൻ ആണ് തന്നിട്ടുള്ളത്. US ടൈപ്പ് പാൻ ആണ്. നമ്മൾ അതിന്റെ മുകളിൽ ഒരു നെറ്റും കൂടെ ഇട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് ഒരു വയർ മെഷ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പാൻ ആയിട്ട് മാറും. ചെറിയ വേരിയേഷൻസേ വരുന്നുള്ളൂ. ഇവാപ്പറേഷൻ പാൻ അല്ലാതെ പിന്നെ ഇവാപ്പറേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇവാപ്പോറിമീറ്റർ.
ഇവാപ്പൊറിമീറ്റർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് അറ്റ്മോമീറ്റർ. അറ്റ്മോമീറ്ററും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അറ്റ്മോമീറ്റർ എന്നുള്ള പേര് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെക്കുക. ഇതിലെ PYQs മുൻപ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇൻഫിൽട്രേഷന്റെ ഇവിടെ നമ്മൾ കണ്ടു സിലിണ്ടറിക്കൽ മെറ്റൽ റിങ്സ് ആണ്. ഇതൊരു PYQ ആണ്. PYQs ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലൈസിമീറ്ററിന്റെ മുൻപ് ചോദിച്ചിട്ടുണ്ട്, അറ്റ്മോമീറ്റർ ചോദിച്ചിട്ടുണ്ട്, ഫൈറ്റോമീറ്റർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമല്ല, ആ ഒരു എന്താണോ നമ്മുടെ ഒരു കമ്പോണന്റും അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് അറിയാമോ അതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ വരുന്നത് സിലിണ്ടറിക്കൽ മെറ്റൽ റിങ്സ് ആണ്. ഇൻഫിൽട്രേഷൻ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ മെറ്റൽ റിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഒന്നിലധികം എക്സാമുകളിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻസിലൂടെ എല്ലാം തെറോ റിവിഷൻ ചെയ്യുക. മറ്റൊരു സെക്ഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.